ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ പൊതുവായ അറിവുകൾ. എവിടെയാണ് മിശിഹാരഹസ്യം പരികർമ്മം ചെയ്യപ്പെടുന്നത്? സഭയുടെ ആരാധനാക്രമത്തിൽ. മിസ്റ്റഗോജി എന്ന പദം എന്തിനെക്കുറിച്ച് പഠിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്? കൂദാശകളെക്കുറിച്ച് പഠിപ്പിക്കാൻ വിശ്വാസ സംഹിത പഠിപ്പിക്കുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആദിമസഭയുടെ വിശ്വാസ പരിശീലന ക്രമം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മിസ്റ്റഗോജിക്കൽ കാറ്റേക്കെസിസ്. 16-ാം നൂറ്റാണ്ട് വരെ നസ്രാണി സഭയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്ന മെത്രാന്മാർ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഇന്ത്യ മുഴുവൻ്റെയും മെത്രാപ്പൊലിത്ത. മിഷൻ രാജ്യങ്ങളിൽ സഭാഭരണം നടത്തുന്നതിന് മാർപ്പാപ്പ പോർച്ചുഗീസ് രാജാവിന് നൽകിയ പ്രത്യേക അനുമതി ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? പാദ്രോവാദെ. മാർപ്പാപ്പയുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന മിഷൻ പ്രവർത്തനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? പ്രൊപ്പഗാന്ത ഫിദെ. 1-2 നൂറ്റാണ്ടിലെ ലിറ്റർജിയെക്കുറിച്ച് സൂചനകൾ നൽകുന്ന ഗ്രന്ഥങ്ങൾ: ഡിഡാക്കെ, വിശ്വാസ സമർത്ഥനം, തോമായുടെ നടപടികൾ. വിശുദ്ധ കുർബാനയുടെ അനാഫോറ യഹൂദരുടെ ഏത് പ്രാർത്ഥനയോട് മുഖ്യമായും കടപ്പെട്ടിരിക്കുന്നു? ബെറാക്ക, ആശീർവാദ പ്രാർത്ഥന. പൗരസ്ത്യ സുറിയാനി ആരാധനക്രമം അടിസ്ഥാന രൂപം പ്രാപിച്ചത് എവിടെ വെച്ചാണ്? എദ്ദേസയിൽ വെച്ചാണ്. 4-ാം നൂറ്റാണ്ടിൽ എദ്ദേസയിൽ വെച്ചാണ് പൗരസ്ത്യ സുറിയാനി ആരാധനക്രമം അടിസ്ഥാന രൂപം പ്രാപിച്ചത്. ഇരു സാദൃശ്യങ്ങളിലും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന പതിവ് മാറ്റം വരുത്തിയ സുനഹദോസ്. തെന്ത്രോസ് സുനഹദോസ് 1545-1563 കാലഘട്ടത്തിൽ നടന്ന തെന്ത്രോസ് സുനഹദോസ് ലത്തീൻ സഭയിൽ ഈ മാറ്റം നടപ്പിൽ വന്നു. അപ്പോൾ മുതൽ നിലവിലും വന്നു. ആരാധനാക്രമത്തിൻ്റെ കേന്ദ്രബിന്ദു എന്താണ്? വിശുദ്ധ കുർബാന. ആരാധനാക്രമത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ചാക്രിക ലേഖനം മെദിയാത്തോർ ദെയി 12-ാം പിയൂസ് മാർപ്പാപ്പ എഴുതിയത്. ആരാധനാക്രമം സഭയുടെ പരസ്യമായ ആഘോഷങ്ങളാണ്. ഏതു സുനഹദോസിൻ്റെ പ്രബോധനമാണ്? ആരാധനാക്രമം സഭയുടെ പരസ്യമായ ആഘോഷങ്ങളാണ് എന്നത് ഏതു സുനഹദോസിലെ പ്രബോധനമാണ്? 2-ാം വത്തിക്കാൻ കൗൺസില് ആരാധനാക്രമം 26. എന്താണ് റീത്ത് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്? ഓരോ സ്വയംഭരണാധികാര സഭയും തങ്ങളുടേതായ രീതിയിൽ വിശ്വാസം ജീവിച്ചു വെളിവാകുന്ന പൈതൃകത്തെയാണ് റീത്ത് എന്ന് വിവക്ഷിക്കുന്നത്. ലാറ്റിൻ ചർച്ച് എന്ന പേരിൽ അറിയപ്പെടുന്ന സഭ ഏതാണ്? പടിഞ്ഞാറൻ സഭ അല്ലെങ്കിൽ പാശ്ചാത്യ സഭയാണ് ലാറ്റിൻ സഭ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കിഴക്കൻ സഭ ഏതു പേരിൽ അറിയപ്പെടുന്നു? എത്ര സഭകളുടെ കൂട്ടായ്മയാണ് കിഴക്കൻ സഭകളിൽ ഉള്ളത്? പൗരസ്ത്യ സഭ. 23 സഭകളുടെ കൂട്ടായ്മയാണ് കിഴക്കൻ സഭ. കിഴക്കൻ സഭയെ പൗരസ്ത്യ സഭ എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നു. അവയിൽ 23 സഭകൾ ആണ് ഉള്ളത്. കത്തോലിക്ക സഭയിൽ ആകെ എത്ര വ്യക്തിസഭകളാണുള്ളത്? 23 പൗരസ്ത്യ സഭയും ഒരു പാശ്ചാത്യ സഭയും ചേർന്ന് അങ്ങനെ 24 സഭകളുടെ കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ. 24 റീത്തുകളുടെ തലവന്മാർ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? പാത്രിയാർക്കീസ്, മേജർ ആർച്ച് ബിഷപ്പ്, അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ, ബിഷപ്പ് എന്നീ പേരുകളിലാണ് റീത്തുകളുടെ തലവന്മാർ അറിയപ്പെടുന്നത്. കത്തോലിക്ക സഭയിലെ ഏറ്റവും ഉയർന്ന പദവിയുള്ള സഭ പാത്രിയാർക്കൽ സഭകളാണ്. ലത്തീൻ സഭ പാത്രിയാർക്കൽ സഭയാണ്. സഭയിലെ ആദ്യത്തെ സുനഹദോസ് AD 49 ജെറുസലേമിൽ വിശുദ്ധ പത്രോസിന്റെ നേതൃത്വത്തിൽ നടന്നു. സഭയിലെ ആദ്യത്തെ സുനഹദോസ് AD 49 ജെറുസലേമിൽ വെച്ച് വിശുദ്ധ പത്രോസിന്റെ നേതൃത്വത്തിൽ നടന്നു. 21. അടുത്ത ചോദ്യം. ഇതിനുശേഷം സഭയിൽ നടന്നിട്ടുള്ള സുനഹദോസുകളുടെ എണ്ണം? ഉത്തരം 21 സുനഹദോസാണ് നടന്നിട്ടുള്ളത്. എന്താണ് സുനഹദോസ് എന്ന വാക്കിൻ്റെ അർത്ഥം? എന്താണ് സുനഹദോസ് എന്നതിൻ്റെ അർത്ഥം? രക്ഷയുടെ സാർവത്രിക കൂദാസി എന്ന സഭയെ വിശേഷിപ്പിക്കാവുന്ന കൗൺസിലാണ് സുനഹദോസ്. സമാന്തര സുവിശേഷങ്ങൾ ഏതൊക്കെയാണ്? മത്തായി, മർക്കോസ്, ലൂക്ക.
സുവിശേഷകന്മാരിൽ യേശുവിൻ്റെ ശിഷ്യർ ആരൊക്കെയാണ്? മത്തായിയും യോഹന്നാനും. സുവിശേഷങ്ങളുടെ പ്രതീകങ്ങളും അർത്ഥവും. മത്തായി മനുഷ്യൻ, മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തു. മർക്കോസ് സിംഹം, രാജാവായ ക്രിസ്തു. ലൂക്ക കാള, ബലിവസ്തുവായ ക്രിസ്തു. യോഹന്നാൻ കഴുകൻ, ദൈവമായ ക്രിസ്തു. യേശു സംസാരിച്ച ഭാഷ ഏതാണ്? അറമായ ഭാഷ. അപ്പസ്തോലന്മാരുടെ പിൻഗാമി മെത്രാൻ. വത്തിക്കാന്റെ നയതന്ത്ര ബന്ധമുള്ള രാജ്യങ്ങളിലേക്ക് മാർപ്പാപ്പയുടെ ഔദ്യോഗിക പ്രതിനിധിയായി അയക്കപ്പെടുന്ന നയതന്ത്രജ്ഞൻ നൂൻഷോയാണ്. വത്തിക്കാന്റെ നയതന്ത്ര ബന്ധമുള്ള രാജ്യങ്ങളിലേക്ക് മാർപ്പാപ്പയുടെ ഔദ്യോഗിക പ്രതിനിധിയായി അയക്കപ്പെടുന്ന നയതന്ത്രജ്ഞൻ നൂൻഷോ. എക്ലേസിയ സേംബർ റിഫോർമാന്ത ഇത് എന്നതിൻ്റെ അർത്ഥം. ആരുടെ വാക്കുകളാണിത്? സഭ നിരന്തരം നവീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം എന്നതാണ് എക്ലേസിയ സേംബർ റിഫോർമാന്ത എന്നതിൻ്റെ അർത്ഥം. വിശുദ്ധ സെന്റ് അഗസ്റ്റിനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അൾത്താരിയിലെ മാർസ്ലീവ എന്തിൻ്റെ പ്രതീകമാണ്? ഉത്തിതനായ യേശുവിൻ്റെ. കൂദാശകളെ സൂചിപ്പിക്കാൻ സാക്രമെന്റ് എന്ന പദം ആരാണ് ആദ്യം ഉപയോഗിച്ചത്? സഭാപിതാവായ തെർത്തുല്യനാണ് കൂദാശകളെ സൂചിപ്പിക്കാൻ സാക്രമെന്റ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ആരാധനാക്രമത്തിന്റെ സംരക്ഷകൻ ആരാണ്? മെത്രാനാണ് ആരാധനാക്രമത്തിന്റെ സംരക്ഷകൻ. മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള കർദിനാൾമാരുടെ വോട്ടവകാശ പ്രായപരിധി 80 വയസ്സിൽ താഴെയാണ്. മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള കർദിനാൾമാരുടെ വോട്ടവകാശ പ്രായപരിധി 80 വയസ്സിൽ താഴെയാണ്. കർദിനാൾ എന്ന വാക്കിന്റെ ഉത്ഭവവും അർത്ഥവും എന്താണ്? കാർഡോ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് കർദിനാൾ എന്ന വാക്കുണ്ടായത്. വിജാഗിരി എന്ന അർത്ഥം. ഏതൊക്കെയാണ് കത്തോലിക്കാ സഭയിലെ പട്ടങ്ങൾ? ഡീക്കൻ പട്ടം, പുരോഹിത പട്ടം, മെത്രാൻ പട്ടം. എന്താണ് കർദിനാൾ സംഘത്തിന്റെ ദൗത്യം? കോൺക്ലേവിൽ പങ്കെടുത്ത് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുക, സാർവത്രിക സഭയെ നയിക്കാൻ മാർപ്പാപ്പയെ സഹായിക്കുക എന്നാണ്. കോൺക്ലേവിൽ പങ്കെടുത്ത് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുക, സാർവത്രിക സഭയെ നയിക്കാൻ മാർപ്പാപ്പയെ സഹായിക്കുക എന്നിവയാണ് കർദിനാൾ സംഘത്തിന്റെ ദൗത്യം. കർദിനാൾ പദവി എന്നുവരെയാണ്? വ്യക്തിയുടെ മരണം വരെയാണ്. സീറോ മലബാർ സഭാംഗമായ മെത്രാന്മാർ എല്ലാവരും സീറോ മലബാർ സിനഡിൽ അംഗങ്ങളാണോ? അല്ല. ലത്തീൻ സഭയിലോ വത്തിക്കാൻ കാര്യാലയത്തിലോ സേവനമനുഷ്ഠിക്കുന്നവർ സീറോ മലബാർ സിനഡിൽ അംഗങ്ങളാവില്ല. മാർ ജോർജ് കൂവക്കാട്ടിൽ സീറോ മലബാർ സിനഡിൽ അംഗമാണോ? അല്ല. ജൂബിലി വർഷത്തിന്റെ മുഖ്യ പ്രമേയം പ്രതീക്ഷയുടെ തീർത്ഥാടകർ എന്നതാണ്. ഏതാണ് ജൂബിലി വർഷം? 2025 ഈശോയുടെ ജനനത്തിന്റെ 2025 വർഷമാണ് നാം ജൂബിലി വർഷമായി ആഘോഷിക്കുന്നത്. ഏതു തിരുവെഴുത്തു വഴിയാണ് ജൂബിലി വർഷം പ്രഖ്യാപിച്ചത്? പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന തിരുവെഴുത്തു വഴിയാണ് ജൂബിലി വർഷം 2025 ജൂബിലി വർഷം, ഈശോയുടെ ജനനത്തിന്റെ 2025 വർഷം നാം ആഘോഷിക്കുന്നത്. ഈ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന തിരുവെഴുത്ത് പുറപ്പെടുവിച്ചത് ആരാണ്? എന്നാണ്? 2024 മെയ് 9 ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന തിരുവെഴുത്ത് പുറപ്പെടുവിച്ചത്. സകല ദേവാലയങ്ങളുടെയും ദേവാലയം എന്നറിയപ്പെടുന്ന ദേവാലയം ഏതാണ്? സെന്റ് ജോൺ ലാറ്ററൻ ബസലിക്കയാണ്. റോമിലെ സെന്റ് ജോൺ ലാറ്ററൻ ബസലിക്കയാണ് സകല ദേവാലയങ്ങളുടെയും ദേവാലയം എന്നറിയപ്പെടുന്ന ദേവാലയം. ആരാണ് സഭയിൽ ജൂബിലി ആരംഭിച്ചത്? AD 1300 ബോണിഫസ് 8 മാർപ്പാപ്പയാണ് തിരുസഭയിൽ ജൂബിലി ആരംഭിച്ചത്. സഭയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് ജൂബിലി നടക്കുന്നത്? 25 വർഷം കൂടുമ്പോഴാണ് സഭയിൽ ജൂബിലി നടക്കുന്നത്. ഏത് ഹീബ്രു വാക്യമാണ് ജൂബിലി വർഷത്തെ സൂചിപ്പിക്കാൻ ബൈബിൾ മൂലഗ്രന്ഥം ഉപയോഗിക്കുന്നത്? ഷെനത്ത് ഹയോബെൽ എന്ന മൂലഗ്രന്ഥത്തില്
ഉപയോഗിച്ചിരിക്കുന്ന ഹീബ്രു വാക്യമാണ് ജൂബിലി വർഷത്തെ സൂചിപ്പിക്കാനായിട്ട് ബൈബിൾ മൂലഗ്രന്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹീബ്രു വാക്യമാണ് ഷെനത് ഹയോബൽ. വത്തിക്കാന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണം ഏതാണ്? അക്ത അപ്പസ്തോലിച്ചെ സേദിസ് എന്നതാണ് വത്തിക്കാന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണം. യാഹ്വേ എന്ന പദത്തിന്റെ അർത്ഥം ദൈവം എന്നാണോ? അല്ല, അത് ദൈവത്തിന്റെ പേരാണ്. ദൈവത്തെ സൂചിപ്പിക്കാൻ പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണ്? സർവശക്തൻ എന്നർത്ഥമുള്ള ഏലോഹിം ആണ് ദൈവത്തെ സൂചിപ്പിക്കാൻ പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം. ഏലോഹിം എന്ന പദം അറമായ ഭാഷയിൽ എങ്ങനെയാണ് വിളിക്കപ്പെടുന്നത്? ആലാഹ. സുറിയാനിയും ഇത് തന്നെ. ഏലോഹിം, സർവശക്തൻ എന്നർത്ഥമുള്ള ഏലോഹിൻ എന്ന പദം അറമായ ഭാഷയിൽ എങ്ങനെയാണ് വിളിക്കപ്പെട്ടത്? ആലാഹ. സുറിയാനിയും ഇത് തന്നെ. ആലാഹയുടെ അറബി വാക്ക് എന്താണ്? ഇലാഹ്. യാഹ്വേ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അവൻ ആകുന്നു. യാഹ്വേ എന്ന വാക്കിന്റെ അർത്ഥം അവൻ ആകുന്നു എന്നാണ് പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിൾ വെളിപ്പെടുത്തിയ ഏകസത്യ ദൈവത്തിന്റെ പേരെന്താകുന്നു? ബൈബിൾ വെളിപ്പെടുത്തിയ ഏകസത്യ ദൈവത്തിന്റെ പേരെന്താകുന്നു? യാഹ്വേ. യാഹ്വേ എന്ന ഹീബ്രു വാക്കിന്റെ ഗ്രീക്ക് പരിഭാഷ എന്താണ്? കുറിയോസ്, കർത്താവ് എന്നർത്ഥം. കുറിയോസ് ആണ് യാഹ്വേ എന്ന ഹീബ്രു വാക്കിന്റെ ഗ്രീക്ക് പരിഭാഷ. കുറിയോസ് എന്നാണ്, കർത്താവ് എന്നാണ് അതിനർത്ഥം. കുറിയോസ് എന്ന വാക്ക് ശരിക്കും എന്തിൻ്റെ വിവർത്തനമാണ്? അദോണായി എന്ന വാക്കിന്റെ വിവർത്തനമാണ് കുറിയോസ്. അദോണായി എന്ന വാക്കിന്റെ അർത്ഥം നാഥൻ, കർത്താവ് എന്നാണ് അർത്ഥം. ഈശോ സഭയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് പാപ്പയാണ്. ഈശോ സഭയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ എത്രാമത്തെ മാർപ്പാപ്പയാണ്? 266-ാമത്തെ മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഫ്രാൻസിസ് മാർപ്പാപ്പ എത്ര വർഷക്കാലം സഭയെ നയിച്ചു? 12 വർഷക്കാലം സഭയെ നയിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയെ അടക്കം ചെയ്തത് എവിടെയാണ്? മേരി മേജർ ബസിലിക്ക. റോമിലെ മേരി മേജർ ബസിലിക്കയിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ അടക്കം ചെയ്തത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വസതി സാന്താമാർത്തയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വസതി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുഴുവൻ പേര് ജോർജ് മാരിയോ ബെർഗോളിയ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുഴുവൻ പേര് ജോർജ് മാരിയോ ബെർഗോളിയ. ഫ്രാൻസിസ് മാർപ്പാപ്പ എത്ര ചാക്രിക ലേഖനങ്ങൾ രചിച്ചു? ഏതൊക്കെ? 4 ചാക്രിക ലേഖനങ്ങളാണ് രചിച്ചത്. ലൂമൻ ഫിദയി വിശ്വാസത്തിന്റെ വെളിച്ചം 2013 ലൂമൻ ഫിദയി വിശ്വാസത്തിന്റെ വെളിച്ചം എന്നാണ് അതിന് അർത്ഥം. എഴുതിയത് 2013 അടുത്തത് രണ്ടാമത്തത് ലൗദാത്തോ സി അങ്ങേക്ക് സ്തുതി 2015. ലൗദാത്തോസിയുടെ അർത്ഥം അങ്ങേക്ക് സ്തുതി എന്നാണ്. 2015 അത് എഴുതിയത്. ഫ്രത്തല്ലി തൃത്തി നാം സോദരർ 2020. ഫ്രത്തല്ലി തൃത്തി അതിൻ്റെ അർത്ഥം നാം സോദരർ എന്നാണ്. 2020 എഴുതിയത്. ദിലക്സിത്നോസ് അവിടുന്ന് നമ്മെ സ്നേഹിച്ചു 2024 എഴുതി. ദിലക്സിത്നോസ് എന്നതിൻ്റെ അർത്ഥം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്നതാണ്. 2024 ഇത് രചിക്കപ്പെട്ടത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജന്മദേശം അർജന്റീനയാണ്. മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള പ്രോസസ്സിൻ്റെ പേര് കോൺക്ലേവ് എന്നാണ്. കോൺക്ലേവ് കൂടുന്നത് റോമിലെ സിസ്റ്റൈൻ ചാപ്പലിലാണ്. എവിടെയാണ് കോൺക്ലേവ് കൂടുന്നത്? റോമിലെ സിസ്റ്റൈൻ ചാപ്പലിൽ. വത്തിക്കാന്റെ പത്രം ഒസർവത്താരോ റൊമാനോ. ഒസർവത്താരോ റൊമാനോയുടെ തലക്കെട്ടിലുള്ള നോൺ പൊവാലെ ബൂന്ത് എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം. നോൺ പൊവാലെ ബൂന്ത് എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം നരകത്തിന്റെ കവാടങ്ങൾ നിലനിൽക്കില്ല. ഒസർവത്താരോ റൊമാനോയുടെ തലക്കെട്ടിലുള്ള വാചകമാണ് നോൺ പൊവാലെ ബൂന്ത്. അതിൻ്റെ അർത്ഥം നരകത്തിൻ്റെ കവാടങ്ങൾ നിലനിൽക്കില്ല എന്നതാണ്. മാർപ്പാപ്പ മരിക്കുമ്പോൾ താൽക്കാലികമായി അധികാരം ഏറ്റെടുക്കുന്നത് ആരാണ്? കമർലെങ്കോയാണ് മാർപ്പാപ്പ മരിക്കുമ്പോൾ താൽക്കാലികമായി അധികാരം ഏറ്റെടുക്കുന്നത്. വത്തിക്കാന്റെ ഔദ്യോഗിക ബുള്ളറ്റിൻ അക്ത അപ്പസ്തോലിക്ക സേദിസ് AAS
വത്തിക്കാൻ രാഷ്ട്രത്തിന്റെ പതാകയുടെ ഔദ്യോഗിക നിറം വെള്ളയും മഞ്ഞയുമാണ്. വത്തിക്കാൻ രാഷ്ട്രത്തിന്റെ പതാകയുടെ ഔദ്യോഗിക നിറം വെള്ളയും മഞ്ഞയുമാണ്. കത്തോലിക്ക സഭയുടെയും മാർപ്പാപ്പയുടെയും ഔദ്യോഗിക ദിനപത്രം ഒസർവത്താരോ റൊമാനോ ആണ്. ലൊസർവത്താരോ റൊമാനോ എന്ന പദത്തിന്റെ അർത്ഥം റോമൻ നിരീക്ഷകൻ എന്നാണ്. ലൊസർവത്താരോ റൊമാനോ എന്ന പദത്തിന്റെ അർത്ഥം റോമൻ നിരീക്ഷകൻ എന്നാണ്. കമർലെങ്കോ എന്ന വാക്കിന്റെ അർത്ഥം മാർപ്പാപ്പയുടെ മുറിയുടെ അധിപൻ. കമർലെങ്കോ എന്ന വാക്കിന്റെ അർത്ഥം മാർപ്പാപ്പയുടെ മുറിയുടെ അധിപൻ എന്നാണ്. വത്തിക്കാനിൽ എത്ര ദേവാലയങ്ങളുണ്ട്? 13 ദേവാലയങ്ങളാണ് വത്തിക്കാനിൽ ഉള്ളത്. വത്തിക്കാനിൽ ആകെ 13 ദേവാലയങ്ങളെ ഉള്ളൂ. വിശുദ്ധ പത്രോസിന്റെ കുഴിമാടം സ്ഥിതി ചെയ്യുന്ന ബസിലിക്ക ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക എന്നാണ് അറിയപ്പെടുന്നത്. വത്തിക്കാനിൽ താമസിക്കുന്ന 821 പേർക്കുള്ള ഇടവക ദേവാലയം പൗളീന ചാപ്പലാണ്. വത്തിക്കാനിൽ താമസിക്കുന്ന 821 പേർക്കുള്ള ഇടവക ദേവാലയം പൗളീന ചാപ്പലാണ്. മാർപ്പാപ്പയുടെ ആസ്ഥാന ദേവാലയം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയാണ്. മാർപ്പാപ്പയുടെ ആസ്ഥാന ദേവാലയം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയാണ്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ 25 വർഷത്തിലൊരിക്കൽ മാത്രം തുറക്കപ്പെടുന്ന കവാടം എന്നറിയപ്പെടുന്നത് വിശുദ്ധ കവാടമാണ്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ 25 വർഷത്തിലൊരിക്കൽ മാത്രം തുറക്കപ്പെടുന്ന കവാടം അറിയപ്പെടുന്നത് വിശുദ്ധ കവാടം ആണ്. പരിശുദ്ധ കുർബാനയുടെ ദൈവശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നത് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റമാണ്. പരിശുദ്ധ കുർബാനയുടെ ദൈവശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നത് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റമാണ്. ആദ്യമായി സഭയെ അമ്മ എന്ന പദം ഉപയോഗിച്ച് വിശേഷിപ്പിച്ച വ്യക്തിയാണ് തെർത്തുല്യൻ. ആദ്യമായി സഭയെ അമ്മ എന്ന പദം ഉപയോഗിച്ച് വിശേഷിപ്പിച്ച വ്യക്തി തെർത്തുല്യനാണ്. അപ്പസ്തോലിക പാരമ്പര്യം എന്ന വിശ്രുത ഗ്രന്ഥത്തിന്റെ കർത്താവ്. അപ്പസ്തോലിക പാരമ്പര്യം എന്ന വിശ്രുത ഗ്രന്ഥത്തിന്റെ കർത്താവ് ഹിപ്പോളിറ്റസ് ആണ്. ആദിമസഭയെ കത്തോലിക്ക സഭ എന്ന് വിളിച്ചത് അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് ആണ്. ആദിമസഭയെ കത്തോലിക്ക സഭ എന്ന് ആദ്യമായി വിളിച്ചത് അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് ആണ്. ഡിഡാക്കയുടെ പൂർണ്ണനാമം 12 സ്ലീഹന്മാർ വഴി പുറജാതികൾക്കുള്ള കർത്തൃപ്രബോധനം. 12 സ്ലീഹന്മാർ വഴി പുറജാതികൾക്കുള്ള കർത്തൃപ്രബോധനം എന്നാണ് ഡിഡാക്ക എന്ന പൂർണ്ണനാമം. സഭയിൽ പെൻഡാർക്കി 5 അധികാര കേന്ദ്രങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന പാത്രിയാർക്കേറ്റുകൾ ഏതാണ്? സഭയിൽ പെൻഡാർക്കി 5 അധികാര കേന്ദ്രങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന പാത്രിയാർക്കേറ്റുകൾ: റോം, അലക്സാണ്ട്രിയ, അന്ത്യോക്യ, കോൺസ്റ്റാന്റിനോപ്പിൾ, ജെറുസലേം. റോം, അലക്സാണ്ട്രിയ, അന്ത്യോക്യ, കോൺസ്റ്റാന്റിനോപ്പിൾ, ജെറുസലേം. നിക്കയുടെ ഇന്നത്തെ പേര് തുർക്കി എന്നാണ്. തുർക്കി ഇസ്ലിക് എന്നാണ് നിക്കയുടെ ഇന്നത്തെ പേര്. പാത്രിയാർക്കൽ സഭയിൽ പെൻഡാർക്കി 5 അധികാര കേന്ദ്രങ്ങൾ എന്ന് അറിയപ്പെട്ടിരുന്ന പാത്രിയാർക്കേറ്റുകൾ: റോം, അലക്സാണ്ട്രിയ, അന്ത്യോക്യ, കോൺസ്റ്റാന്റിനോപ്പിൾ, ജെറുസലേം എന്നിവയാണ്. നിക്കയുടെ ഇന്നത്തെ പേര് എന്താണ്? തുർക്കി ഇസ്ലിക് എന്നാണ് നിക്കയുടെ ഇന്നത്തെ പേര്. ഏത് ഗ്രീക്ക് പദത്തിൽ നിന്നാണ് അപ്പോളജറ്റിക്സ് എന്ന പദം ഏതു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് അപ്പോളജറ്റിക്സ് എന്ന പദം വരുന്നത്? ഉത്തരം അപ്പോളജിയ. അപ്പോളജിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് അപ്പോളജറ്റിക്സ് എന്ന പദം വരുന്നത്. അപ്പോളജിയ എന്ന ഗ്രീക്ക് പദത്തിന്റെ വാച്യാർത്ഥം എന്ത്? പ്രതിരോധിക്കുക എന്നതാണ്. അപ്പോളജിയ എന്ന ഗ്രീക്ക് പദത്തിന്റെ വാച്യാർത്ഥം പ്രതിരോധിക്കുക എന്നതാണ്. നിക്യ സുൻഹദോസിൽ പങ്കെടുത്തവരുടെ എണ്ണം 318. നിക്യ സുൻഹദോസിൽ പങ്കെടുത്തവരുടെ എണ്ണം 318. നിക്യ സുൻഹദോസ് വിളിച്ചു കൂട്ടിയതാര്? കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ്. നിക്യ സുൻഹദോസ് വിളിച്ചു കൂട്ടിയത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ്. സഭാ വിജ്ഞാനീയ രംഗത്തെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന പ്രമാണരേഖ 2ാം വത്തിക്കാൻ കൗൺസിലിന്റെ ജനതകളുടെ പ്രകാശം LG. സഭാ വിജ്ഞാനീയ രംഗത്തെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന പ്രമാണരേഖ ഏതാണ്? 2ാം വത്തിക്കാൻ. ഉത്തരം 2ാം വത്തിക്കാൻ കൗൺസിലിന്റെ ജനതകളുടെ പ്രകാശം LG ആണ്. ഇനി സഭയെക്കുറിച്ചുള്ള പഠനം എക്ലേസിയോളജി എന്ന് പറയും.
തിരുസഭയെക്കുറിച്ചുള്ള പഠനം എക്ലേസിയോളജി എന്നാണ് അറിയപ്പെടുന്നത്. എക്ലേസിയോളജി എന്ന് പറഞ്ഞാൽ തിരുസഭയെക്കുറിച്ചുള്ള പഠനത്തിനാണ് എക്ലേസിയോളജി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. എക്ലേസിയോളജി എന്ന വാക്ക് ഉപയോഗിക്കുന്നത് തിരുസഭയെക്കുറിച്ചുള്ള പഠനത്തിനാണ്. സഭാചരിത്രത്തിൽ ഏറ്റവും പുരാതനമായ സ്രോതസ് ഡിഡാക്കയാണ്. സഭാചരിത്രത്തിലെ ഏറ്റവും പുരാതനമായ സ്രോതസ്. റോമ അതിരൂപതയുടെ ആസ്ഥാന മന്ദിരം ലാറ്ററൻ കൊട്ടാരമാണ്. റോമ അതിരൂപതയുടെ ആസ്ഥാന മന്ദിരം ലാറ്ററൻ കൊട്ടാരമാണ്. കാനൻ നിയമം എന്നാൽ എന്ത്? കാനൻ നിയമം എന്നാൽ എന്ത്? സഭയിലെ ഔദ്യോഗിക ഭരണക്രമത്തിന് അടിസ്ഥാനമായി നിൽക്കുന്ന നിയമസംഹിതയാണ് കാനൻ നിയമം. ഒരിക്കൽ കൂടി കേൾക്കാം. സഭയിലെ ഔദ്യോഗിക ഭരണക്രമത്തിന് അടിസ്ഥാനമായി നിൽക്കുന്ന നിയമസംഹിതയാണ് കാനൻ നിയമം. കാനൻ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം അളവുകോൽ അഥവാ നിയമം എന്നാണ്. അളവുകോൽ അല്ലെങ്കിൽ നിയമം എന്നാണ് കാനൻ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം. സഭയുടെ നേതൃത്വ സംവിധാനത്തെയും ഭരണക്രമത്തെയും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ഹയരാർക്കി. സഭയുടെ നേതൃത്വ സംവിധാനത്തെയും ഭരണക്രമത്തെയും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ഹയരാർക്കി. മിസിയോ കാനോനിക്ക എന്നാൽ എന്താണ്? മിസിയോ കാനോനിക്ക എന്നാൽ എന്ത്? സഭയുടെ വിശ്വാസ പ്രമാണങ്ങൾ പഠിപ്പിക്കാനും വിശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നടത്തുവാനും മെത്രാനിൽ നിന്നും ലഭിക്കുന്ന അനുമതി പത്രമാണ് കാനോനിക്ക. സഭയുടെ വിശ്വാസ പ്രമാണങ്ങൾ പഠിപ്പിക്കാനും വിശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നടത്താനും മെത്രാനിൽ നിന്നും ലഭിക്കുന്ന അനുമതി പത്രമാണ് കാനോനിക്ക, മിസിയോ കാനോനിക്ക. പ്രോട്ടോസിഞ്ചല്ലൂസ് എന്നറിയപ്പെടുന്നത് രൂപതയിലെ പ്രധാന വികാരി ജനറാളിനെ സൂചിപ്പിക്കാൻ പൗരസ്ത്യ സഭകളുടെ കാനോനിക സംഹിത നൽകിയിരിക്കുന്ന പേരാണ് പ്രോട്ടോസിഞ്ചല്ലൂസ്. പ്രോട്ടോസിഞ്ചല്ലൂസ് എന്നറിയപ്പെടുന്നത് ആരാണ്? രൂപതയിലെ പ്രധാന വികാരി ജനറാളിനെ സൂചിപ്പിക്കാൻ പൗരസ്ത്യ സഭകളുടെ കാനോന സംഹിത നൽകിയിരിക്കുന്ന പേരാണ്. എപ്പാർക്കി എന്നാൽ എന്ത്? പൗരസ്ത്യ സഭകളുടെ കാനോൻ നിയമസംഹിതയിൽ രൂപതയെ സൂചിപ്പിക്കുന്ന പദമാണ് എപ്പാർക്കി. പൗരസ്ത്യ സഭകളുടെ കാനോൻ നിയമസംഹിതയിൽ രൂപതയെ സൂചിപ്പിക്കുന്ന പദമാണ് എപ്പാർക്കി. സുറിയാനി സഭകളിൽ കാനൻ നിയമസംഹിതയ്ക്ക് പറയുന്ന പേരെന്താണ്? നോമോ കാനൻ. സുറിയാനി സഭകളിൽ കാനൻ നിയമസംഹിതയ്ക്ക് പറയുന്ന പേരാണ് നോമോ കാനൻ. പൗരസ്ത്യ സഭകളുടെ കാനോനിക നിയമസംഹിത ബാധകമാകുന്ന പൗരസ്ത്യ സഭകൾ എത്ര? 23 പൗരസ്ത്യ കത്തോലിക്ക സഭകളാണ്. പൗരസ്ത്യ സഭകളുടെ കാനോനിക നിയമസംഹിത ബാധകമാകുന്ന പൗരസ്ത്യ സഭകൾ 23 പൗരസ്ത്യ കത്തോലിക്ക സഭകളാണ്. സുറിയാനി സഭകളിൽ കാനൻ സംഹിതയ്ക്ക് പറയുന്ന പേരെന്ത്? നോമോ കാനൻ എന്നാണ് സുറിയാനി സഭകളിൽ കാനൻ നിയമസംഹിതയ്ക്ക് പറയുന്ന പേര്. പൗരസ്ത്യ സഭകളുടെ കാനോനിക നിയമസംഹിത ബാധകമാകുന്ന പൗരസ്ത്യ സഭകൾ എത്ര? 23 പൗരസ്ത്യ കത്തോലിക്ക സഭകളിലാണ് കാനോനിക പൗരസ്ത്യ സഭകളുടെ കാനോനിക നിയമസംഹിത ബാധകമാകുന്ന സഭകൾ. പഴയ നിയമത്തിലെ മൂലഭാഷകൾ ഹീബ്രു, ഗ്രീക്ക്, സുറിയാനി. പഴയ നിയമത്തിലെ മൂലഭാഷകൾ ഹീബ്രു, ഗ്രീക്ക്, സുറിയാനി. കാനോനികമെന്ന് സഭ അംഗീകരിക്കാത്തതും എന്നാൽ ബൈബിളിനോട് സദൃശവുമായ ഗ്രന്ഥങ്ങൾക്ക് പറയുന്ന പേര് അപ്പോക്രിഫ. കാനോനികമെന്ന് സഭ അംഗീകരിക്കാത്തതും എന്നാൽ ബൈബിളിനോട് സാദൃശ്യവുമായ ഗ്രന്ഥങ്ങൾക്ക് പറയുന്ന പേരാണ് അപ്പോക്രിഫ. വിശുദ്ധ ഗ്രന്ഥം സംബന്ധിച്ച രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖ. ദൈവാവിഷ്കരണം എന്നാണ് വിശുദ്ധ ഗ്രന്ഥം സംബന്ധിച്ച രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖ അറിയപ്പെടുന്നത് ദൈവാവിഷ്കരണം എന്നാണ്. പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ച മാർപ്പാപ്പ. പരിശുദ്ധ കന്യകയുടെ ആമലോത്ഭവം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ച മാർപ്പാപ്പയാരാണ്? പിയൂസ് 9 മാർപ്പാപ്പയാണ്. പിയൂസ് 9 ആണ് ഉത്തരം. ജപമാലയ്ക്ക് രൂപം കൊടുത്ത മാർപ്പാപ്പ പിയൂസ് 9 ജപമാലയ്ക്ക് രൂപം കൊടുത്ത മാർപ്പാപ്പ. മതബോധനത്തിന്റെ പാപ്പ എന്നറിയപ്പെടുന്ന പാപ്പ വിശുദ്ധ പിയൂസ് 10.
പിയൂസ് പത്താമനാണ് മതബോധനത്തിന്റെ പാപ്പ എന്നറിയപ്പെടുന്നത്. മിഷൻ ഞായർ സഭയിൽ തുടങ്ങിയ പാപ്പ പിയൂസ് 11-ാമനാണ്. മിഷൻ ഞായർ സഭയിൽ തുടങ്ങിയ പാപ്പ പിയൂസ് 11-ാമനാണ്. ആദ്യമായി ഭാരതം സന്ദർശിച്ച മാർപ്പാപ്പ പോൾ 6-ാമനാണ്. പോൾ 6-ാമൻ മാർപ്പാപ്പയാണ് ആദ്യമായി ഭാരതം സന്ദർശിച്ചത്. വിശുദ്ധ തോമാസ് ലീഹായെ ഭാരതത്തിന്റെ അപ്പസ്തോലനായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച മാർപ്പാപ്പ പോൾ 6-ാമനാണ്. വിശുദ്ധ തോമാസ് ലീഹായെ ഭാരതത്തിന്റെ അപ്പസ്തോലനായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച മാർപ്പാപ്പ പോൾ 6-ാമനാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ അൽമായ പ്രേക്ഷിത സംഘടന മിഷൻ ലീഗാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ആത്മായ പ്രേക്ഷിത സംഘടന മിഷൻ ലീഗ്. ലോകത്തിലെ ഏറ്റവും വലിയ കുട്ടികളുടെ സംഘടന തിരുബാല സഖ്യം. ലോകത്തിലെ ഏറ്റവും വലിയ കുട്ടികളുടെ സംഘടനയാണ് തിരുബാല സഖ്യം. ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ ആദ്യത്തെ ദേശീയ പ്രസിഡന്റ് ജസ്റ്റിസ് കുര്യൻ ജോസഫാണ്. ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ ആദ്യത്തെ ദേശീയ പ്രസിഡന്റ് ജസ്റ്റിസ് കുര്യൻ ജോസഫാണ്. മിഷൻ പ്രവർത്തനത്തെ സംബന്ധിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പുറപ്പെടുവിച്ച ഡിഗ്രി ആദ് ജന്തസ് പ്രേക്ഷിത പ്രവർത്തനം എന്നർത്ഥം. മിഷൻ പ്രവർത്തനത്തെ സംബന്ധിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പുറപ്പെടുവിച്ച ഡിഗ്രിയാണ് ആദ് ജന്തസ് പ്രേക്ഷിത പ്രവർത്തനം എന്നർത്ഥം. നോബൽ സമ്മാനം ലഭിച്ച മിഷണറി സന്യാസി മദർ തെരേസ. ഭാരതത്തിലെ ലിസു എന്നറിയപ്പെടുന്നത് ഭരണങ്ങാനമാണ്. ആഗോള മിഷൻ മധ്യസ്ഥ വിശുദ്ധ കൊച്ചുത്രേസ്യാണ്. അപ്പസ്തോലന്മാരല്ലാത്ത സുവിശേഷകർ ലൂക്കായും മർക്കോസും. മതബോധകരുടെ സുവിശേഷം എന്നറിയപ്പെടുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷമാണ്. മതബോധകരുടെ സുവിശേഷം എന്നറിയപ്പെടുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷമാണ്. വചനത്തെ സൂചിപ്പിക്കാൻ യോഹന്നാൻ ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദം ലോഗോസ്. തിരുവചനത്തെ സൂചിപ്പിക്കാൻ യോഹന്നാൻ ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദമാണ് ലോഗോസ്. ജോൺ പോൾ 1-ാമൻ മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പിലും ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പിലും സീറോ മലബാർ സഭയിൽ നിന്നും ആരാണ് കോൺക്ലേവിൽ പങ്കെടുത്തത്? ഉത്തരം മാർ ജോസഫ് പാറേക്കാട്ടിൽ. ജോൺ പോൾ 1-ാമൻ മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പിലും ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പിലും സീറോ മലബാർ സഭയിൽ നിന്നും കോൺക്ലേവിൽ പങ്കെടുത്തത് ആരാണ്? മാർ ജോസഫ് പാറേക്കാട്ടിലാണ്. ബെനഡിക്ട് 16-ാമനെ തിരഞ്ഞെടുത്ത കോൺക്ലേവിൽ സീറോ മലബാർ സഭയിൽ നിന്നും പങ്കെടുത്ത കർദിനാൾ ആരാണ്? ബെനഡിക്ട് 16-ാമനെ തിരഞ്ഞെടുത്ത കോൺക്ലേവിൽ സീറോ മലബാർ സഭയിൽ നിന്നും പങ്കെടുത്ത കർദിനാൾ മാർ വർക്കി വിധേയത്തിലാണ് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയത്. ഫ്രാൻസിസ് പാപ്പയെ തിരഞ്ഞെടുത്ത കോൺക്ലേവിൽ പങ്കെടുത്ത സീറോ മലബാർ കർദിനാൾ ആരാണ്? കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കാണ് അതിനുള്ള ഭാഗ്യം ലഭിച്ചത്. 267-ാമത്തെ മാർപ്പാപ്പ ലിയോ 14-ാമൻ മാർപ്പാപ്പയാണ്. ലിയോൺ 14-ാമൻ മാർപ്പാപ്പയുടെ ജന്മദേശം അമേരിക്കയിലെ ഷിക്കാഗോ, ഇല്ലിനോയിസ് എന്ന ഗ്രാമത്തിലായിരിക്കും. അമേരിക്കയിലെ ഷിക്കാഗോയില് ഇല്ലിനോയിസിലാണ് ലിയോ 14-ാമൻ മാർപ്പാപ്പ ജനിച്ചത്. ക്രൈസ്തവ സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണം നിർവചിച്ച് ക്രമപ്പെടുത്തിയത് ഏത് സുനഹദോസിലാണ്? ക്രൈസ്തവ സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണം നിർവചിച്ച് ക്രമപ്പെടുത്തിയത് ഏത് സുനഹദോസിലാണ്? 1-ാം നിക്യ സുനഹദോസിലാണ്. ഉത്തരം 1-ാം നിക്യ സുനഹദോസ്. 2025 ഏത് സുനഹദോസിന്റെ 1700-ാമത് വാർഷികമാണ്? 2025 ഏത് സുനഹദോസിന്റെ 1700-ാമത് വാർഷികമാണ്? നിക്യ സുനഹദോസിന്റെ. നിക്യ സുനഹദോസ് 2025 1700 വർഷമാകും കൂടിയിട്ട്. ഏറ്റവും അവസാനത്തെ സാർവത്രിക സുനഹദോസ് ഏതാണ്? ഏറ്റവും അവസാനത്തെ സാർവത്രിക സുനഹദോസ് 2-ാം വത്തിക്കാൻ സുനഹദോസ് ആണ്. ഏറ്റവും അവസാനത്തെ സാർവത്രിക സുനഹദോസ് ഏതാണ്? ഉത്തരം 2-ാം വത്തിക്കാൻ സുനഹദോസ്. നിക്യ സുനഹദോസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? ക്രൈസ്തവ ലോകത്തെ ആദ്യത്തെ പൊതുസമ്മേളനം, ഒരു റോമൻ ചക്രവർത്തി വിളിച്ചുകൂട്ടിയ സമ്മേളനം, ദൈവശാസ്ത്ര ചിന്തകൾക്ക് ആരംഭം കുറിച്ച സമ്മേളനം, വിശ്വാസ പ്രമാണം രൂപപ്പെട്ട സമ്മേളനം,
കാനൻ നിയമങ്ങൾക്ക് ആരംഭം കുറിച്ച സമ്മേളനം. അപ്പൊ നിക്കാ സൂനഹദോസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ലോകത്തെ ആദ്യത്തെ പൊതുസമ്മേളനം, ക്രൈസ്തവ ലോകത്തെ ആദ്യത്തെ പൊതുസമ്മേളനം, ഒരു റോമൻ ചക്രവർത്തി വിളിച്ചുകൂട്ടിയ സമ്മേളനം, ദൈവശാസ്ത്ര ചിന്തകൾക്ക് ആരംഭം കുറിച്ച സമ്മേളനം, വിശ്വാസ പ്രമാണം രൂപപ്പെട്ട സമ്മേളനം, കാനൻ നിയമങ്ങൾക്ക് ആരംഭം കുറിച്ച സമ്മേളനം. അങ്ങനെ ഇത്രയും പ്രത്യേകതകളാണ് നിക്കാ സൂനഹദോസിനുള്ളത്. ഏത് പാഷണ്ഡതയാണ് നിക്കാ സൂനഹദോസ് വിളിച്ചുകൂട്ടാൻ കാരണം? ഏത് പാഷണ്ഡതയാണ്? പ്രിയപ്പെട്ടവരെ, തിരുസഭയെ കുറിച്ചുള്ള നല്ല നല്ല അറിവുകൾ നമ്മൾ നേടുകയാണ്. ഈ അറിവുകളിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. ഞാൻ കാണിച്ചിട്ട് താമസിച്ചു. ഓക്കെ, ഏത് പാഷണ്ഡതയാണ് നിക്കാ സൂനഹദോസ് വിളിച്ചുകൂട്ടാൻ പ്രധാന കാരണം? ആര്യൻ പാഷണ്ഡത. ദൈവം സ്നേഹമാകുന്നു എന്ന ചാക്രിക ലേഖനം ഏതു പാപ്പയുടേതാണ്? ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെയാണ്. ദൈവം സ്നേഹമാകുന്നു എന്ന ചാക്രിക ലേഖനം എഴുതിയത് ബെനഡിക്ട് 16 ലിയോ 14 മാർപ്പാപ്പയുടെ യഥാർത്ഥ പേര് എന്താണ്? ലിയോ 14 മാർപ്പാപ്പയുടെ യഥാർത്ഥ പേര് എന്താണ്? റോബർട്ട് ഫ്രാൻസിസ് പ്രോവെസ്റ്റ്. റോബർട്ട് ഫ്രാൻസിസ് പ്രോവെസ്റ്റ് എന്നാണ് ലിയോ 14 മാർപ്പാപ്പയുടെ മുഴുവൻ പേര്, യഥാർത്ഥ പേര്. ലിയോ 14 മാർപ്പാപ്പയുടെ ആപ്തവാക്യം എന്താണ്? ഇൻ ഇല്ലോ ഊണോ ഊണു. മിശിഹായിൽ എല്ലാം ഒന്നാകുന്നതിന് അവനിൽ നാം എല്ലാം ഒന്നാണ്. ഇൻ ഇല്ലോ ഊണോ ഊണും, ഇൻ ഇല്ലോ ഊണോ ഊണും എന്നാണ് ലിയോ 14 മാർപ്പാപ്പയുടെ ആപ്തവാക്യം. ഇൻ ഇല്ലോ ഊണോ ഊണും, ഇല്ലത്തിൽ, ഇന്ന് ഇല്ലത്തിൽ ഊണ് എന്നോർത്താൽ മതിയായിരിക്കും. ഇൻ ഇല്ലോ ഊണോ ഊണും, മിശിഹായിൽ എല്ലാം ഒന്നാകുന്നതിന്, അതായത് അവനിൽ നാം എല്ലാം ഒന്നാണ്. അവനിൽ നാം എല്ലാം ഒന്നാണ്. മിശിഹായിൽ എല്ലാം ഒന്നാകുന്നതിന്, അവനിൽ നാം എല്ലാം ഒന്നാണ്, അതായത് മിശിഹായിൽ എല്ലാം ഒന്നാകുന്നതിന് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇൻ ഇല്ലോ ഊനോ ഊണു, ലിയോ 14 മാർപ്പാപ്പയുടെ ആപ്തവാക്യം. അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയാണ് ലിയോ 14. ലിയോ 14 പാപ്പ ഏത് സന്യാസ സഭാംഗമാണ്? അഗസ്റ്റീനിയൻ സന്യാസ സഭാംഗമാണ് ലിയോ 14 മാർപ്പാപ്പ. ഒരേ സമയം തൊഴിലാളികളുടെ പാപ്പ എന്നും മരിയൻ പാപ്പ എന്നും അറിയപ്പെടുന്ന മാർപ്പാപ്പയാണ് ലിയോ 13 മാർപ്പാപ്പ. ഒരേ സമയം തൊഴിലാളികളുടെ പാപ്പ എന്നും മരിയൻ പാപ്പ എന്നും അറിയപ്പെടുന്ന മാർപ്പാപ്പയാണ് ലിയോ 13. ഇനി ഭാരതസഭയിലെ പൊതുവായ അറിവുകൾ. ഏത് അപ്പോക്രഫൽ ഗ്രന്ഥത്തിലാണ് മാർത്തോമ ക്രിസ്ത്യാനികളുടെ ആരാധനാഘോഷങ്ങളെ കുറിച്ച് സൂചന നൽകുന്നത്? തോമായുടെ നടപടികൾ എന്ന പുസ്തകത്തിലാണ് അപ്പോക്രഫൽ ഗ്രന്ഥത്തിലാണ് മാർത്തോമ ക്രിസ്ത്യാനികളുടെ ആരാധനാഘോഷങ്ങളെ കുറിച്ച് സൂചന നൽകുന്നത്? ഉത്തരം, തോമായുടെ നടപടികൾ. മാർത്തോമ നസ്രാണി സഭയിൽ എന്നാണ് ഇരു സാദൃശ്യങ്ങളിലുമുള്ള വിശുദ്ധ കുർബാന സ്വീകരണം നിർത്തലാക്കിയത്? ഉദയം പേരൂർ സൂനഹദോസിന് ശേഷം 1599. മാർത്തോമ നസ്രാണി സഭയിൽ എന്നാണ് ഇരു സാദൃശ്യത്തിലുമുള്ള കുർബാന സ്വീകരണം നിർത്തലാക്കിയത്? ഉദയം പേരൂർ സൂനഹദോസിന് ശേഷം 1599. ലിറ്റർജിയെ മലയാളത്തിൽ എന്താണ് പറയുന്നത്? ആരാധനക്രമം. ലിറ്റർജിയെ മലയാളത്തിൽ എന്താണ് പറയുന്നത്? ഉത്തരം, ആരാധനക്രമം. കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പത്രം ഒസർവത്താരോ റൊമാനോ. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വിശുദ്ധ അൽഫോൻസാമ. ഒരു രൂപതയിലെ പ്രധാനപ്പെട്ട ദേവാലയം കത്തീഡ്രൽ. സീറോ മലബാർ സഭയുടെ പദവി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭ. കേരളത്തിൽ 2 മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭകൾ ഉണ്ട്. ഏതൊക്കെയാണ്? സീറോ മലബാർ സഭയും സീറോ മലങ്കര സഭയുമാണ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭകൾ കേരളത്തിലെ. 1653 കൂനൻ കുരിശു സത്യത്തിൽ പിരിഞ്ഞുപോയവർ ഏത് പേരിൽ അറിയപ്പെടുന്നു? യാക്കോബായ സഭ അഥവാ പുത്തൻ കൂറ്റുകാർ. 1653 കൂനൻ കുരിശു സത്യത്തിൽ പിരിഞ്ഞുപോയവർ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? യാക്കോബായ സഭ അഥവാ പുത്തൻ കൂറ്റുകാർ. സീറോ മലബാർ ഹൈറാർക്കി സ്ഥാപിച്ച തിരുവെഴുത്തെന്ത്? 11 പിയൂസ് മാർപ്പാപ്പയുടെ റോമാനി
പൊന്തിഫിച്ചസ് എന്ന തിരുവെഴുത്താണ്. 1923 ഡിസംബർ 21 ഇത് പ്രസിദ്ധീകരിച്ചത്. 11-ാം പിയൂസ് മാർപ്പാപ്പയുടെ റൊമാനി പൊന്തിഫിച്ചസ് എന്ന തിരുവെഴുത്ത്. അതിരൂപതയുടെ മെത്രാൻ ഏതു പേരിൽ അറിയപ്പെടുന്നു? മെത്രാപ്പോലിത്ത. കേരളത്തിലെ 3 റീത്തുകൾക്കും പൊതുവായുള്ള ഏകസ്ഥാനം പാലാരിവട്ടത്തുള്ള POC ആണ്. കേരളത്തിലെ 3 റീത്തുകൾക്ക് മലങ്കര റീത്ത്, ലത്തീൻ റീത്ത്, പിന്നെ എന്നതാ സീറോ മലബാർ റീത്ത്. ഈ 3 റീത്തുകൾക്കും പൊതുവായുള്ള ഏകസ്ഥാനം പാലാരിവട്ടത്തുള്ള POC ആണ്. വിശുദ്ധ പ്രഖ്യാപനത്തിലെ വിവിധ പദവികൾ ദൈവദാസൻ അല്ലെങ്കിൽ ദൈവദാസൻ 1, 2 ധന്യൻ അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ട, 3 വിശുദ്ധൻ. 5-ാം എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ ചർച്ചാ വിഷയം പ്രമേയം എന്തായിരുന്നു? 5-ാം എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ ചർച്ചാ വിഷയം. ഉത്തരം കാലാനുസൃതമായ സഭാജീവിതവും ദൗത്യവും സീറോ മലബാർ സഭയിൽ. കാലാനുസൃതമായ സഭാജീവിതവും ദൗത്യവും സീറോ മലബാർ സഭയിൽ എന്നതാണ് ഉത്തരം. സീറോ മലബാർ സഭയെ പാശ്ചാത്യ ശൈലിയോട് അനുരൂപപ്പെടുത്താൻ ശ്രമിച്ച സൂനഹദോസ്, ഉദയംപേരൂർ സൂനഹദോസ് 1599. സീറോ മലബാർ സഭയെ പാശ്ചാത്യ ശൈലിയോട് അനുരൂപപ്പെടുത്താൻ ശ്രമിച്ച സൂനഹദോസ് ഉദയംപേരൂർ സൂനഹദോസ് ആണ്. ഇനി അടുത്ത ചോദ്യം, സീറോ മലബാർ സഭയിലെ പ്രധാനപ്പെട്ട 2 നാഴികക്കല്ലുകൾ. 1923 ഹൈറാർക്കിയായി ഉയർത്തപ്പെട്ടു. 1992 മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി. സീറോ മലബാർ സഭയിലെ 2 പ്രധാന നാഴികക്കല്ലുകൾ. 1 1923 ഹൈറാർക്കിയായി ഉയർത്തപ്പെട്ടു. 1992 മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി. തോമസ് ലീഹ കേരളത്തിൽ വന്ന വർഷം AD 52. ഇന്ത്യയിലെ മെത്രാപ്പോലിത്തമാർ യോഹനാൻ സംബന്ധിച്ച സൂനഹദോസ് 325 നിക്ക സൂനഹദോസ്. ഇന്ത്യയിലെ മെത്രാപ്പൊലിത്ത മാർ യോഹനാൻ സംബന്ധിച്ച സൂനഹദോസ് 325 നിക്ക സൂനഹദോസ്. അങ്കമാലി അതിരൂപത സ്ഥാപിച്ചത് 1567 ആഗസ്റ്റ് 29 അങ്കമാലി അതിരൂപത സ്ഥാപിച്ചത്. 1567 ആഗസ്റ്റ് 29 അങ്കമാലി അതിരൂപത സ്ഥാപിച്ചത്. പെദ്രോവാദെ അധികാരം മർത്തോമ ക്രിസ്ത്യാനികളുടെ മേൽ വന്ന വർഷം 1600 ആഗസ്റ്റ് 4. പെദ്രോവാദെ അധികാരം മർത്തോമ ക്രിസ്ത്യാനികളുടെ മേൽ വന്ന വർഷം 1600 ഓഗസ്റ്റ് 4. ഇനി കൂനൻകുരിശ് സത്യം നടന്ന വർഷം 1653 ജനുവരി 3. കൂനൻകുരിശ് സത്യം നടന്ന വർഷം 1653 ജനുവരി 3. കരിയാറ്റിൽ മാർ യൗസേപ്പ് എവിടുത്തെ മെത്രാപ്പൊലിത്തയായിട്ടാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത്? കൊടുങ്ങല്ലൂരിൽ. 1782 ജൂലൈ 16 കൊടുങ്ങല്ലൂരിലാണ് കരിയാറ്റിൽ മാർ യൗസേപ്പ് മെത്രാപ്പൊലിത്ത. കരിയാറ്റിൽ മാർ യൗസേപ്പ് എന്ന മെത്രാപ്പൊലിത്ത നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് കൊടുങ്ങല്ലൂരിലാണ്. കൊടുങ്ങല്ലൂരിലെ മെത്രാപ്പൊലിത്തയായിട്ടാണ് 1782 ജൂലൈ 16 സ്ഥാനാരോഹണം നടന്നത്. കരിയാറ്റിൽ മെത്രാപ്പൊലിത്തയുടെ അഭിഷേകം നടന്നത് എവിടെ വെച്ച്, ഏതു വർഷം? ലിസ്ബാൻ. 1783 ഫെബ്രുവരി 17 ലിസ്ബാനിൽ വെച്ച്. അപ്പൊ അഭിഷേകം നടന്നത്, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷവും തീയതിയാണ് 1782 ജൂലൈ 16. അത് അഭിഷേകം ചെയ്യപ്പെട്ടത് 1783 ജനുവരി 17. ഓക്കെ. കരിയാറ്റിൽ മെത്രാപ്പൊലിത്തയ്ക്കൊപ്പം റോമിലേക്ക് യാത്ര ചെയ്ത വ്യക്തി പാറേമാക്കാൾ തോമ കത്തനാർ. കരിയാറ്റിൽ മെത്രാപ്പൊലിത്തയ്ക്കൊപ്പം റോമിലേക്ക് യാത്ര ചെയ്യപ്പെട്ട വ്യക്തി പാറേമാക്കൽ തോമ കത്തനാർ. ഈ പാറേമാക്കാൾ തോമ കത്തനാരെ കുറിച്ച് നമ്മൾ വിശുദ്ധ ചാവറപിതാവിൻ്റെ ജീവചരിത്ര കുറിപ്പുകളിൽ വായിക്കുന്നുണ്ട്. വർത്തമാന പുസ്തകം എന്ന യാത്രാ വിവരണം എഴുതിയ വ്യക്തി പാറേമാക്കൽ തോമ കത്തനാർ. വർത്തമാന പുസ്തകം എന്ന യാത്രാ വിവരണം എഴുതിയ വ്യക്തി പാറേമാക്കൽ തോമ കത്തനാരാണ്. കൊടുങ്ങല്ലൂർ അതിരൂപതയുടെ ഗോവർണദോർ ആയിരുന്ന വ്യക്തി. ഗോവർണദോർ ഗവർണറാണോ? അല്ല, ഗോവർണദോർ ആയിരുന്ന വ്യക്തി പാറേമാക്കൽ തോമ കത്തനാർ. ഏത് മെത്രാനെയാണ് വത്തിക്കാൻ മഹറോൺ ചൊല്ലിയത്? റോക്കസ് മെത്രാൻ.
റോക്കസ് മെത്രാനെയാണ് വത്തിക്കാൻ മഹറോൻ ചൊല്ലിയത്. ചാവറയച്ചൻ അന്തരിച്ചത് 1871 ജനുവരി 3 ചാവറയച്ചനുള്ള കാലത്താണ് റോക്കസ് മെത്രാന് കേരളത്തിൽ വന്നിട്ട് ഈ മെത്രാനെ മാർപ്പാപ്പി അയച്ചതാണെന്ന് പറഞ്ഞ് കുറേ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ചാവറപ്പിതാവിനൊരു സംശയം തോന്നി. ചാവറപ്പിതാവ് നേരിട്ട് ഭാഷകളെല്ലാം പഠിച്ചിരുന്നത് കൊണ്ട് നേരിട്ടെഴുതി മാർപ്പാപ്പയോട് ചോദിച്ചു, ഇങ്ങനെ ഒരാൾ ഇവിടെ വന്ന് ഇങ്ങനെ ഒക്കെ അധികാരം ഉപയോഗിക്കുകയാണല്ലോ, ശരിയാണെന്ന്. അപ്പം മാർപ്പാപ്പ തിരിച്ച് മറുപടി എഴുതി, അങ്ങനെ ഒരാളെ ഞാൻ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് റോക്കസ് മെത്രാനെ മഹറോൻ ചൊല്ലിയത്. മാർത്തോമാ നസ്രാണി സഭയിൽ ഭരണാധികാരം ആർക്കാർന്നോ? ആർച്ച് ഡിക്കൻ അർക്കദിയാക്കോൽ ആർച്ച് ഡിക്കൻ. ഏറ്റവും പുരാതന അനാഫോറ മാർ അദായി മാർ സ്ലിഹന്മാരുടെ കൂദാസിയാണ് ഏറ്റവും പുരാതന അനാഫോറ. കന്തീസങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നവർ ആരാണ്? സാമ്പോർ പ്രോത്ത് എന്ന് വെച്ചാൽ മെത്രാന്മാർ. കന്തീസങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് സാമ്പോർ പ്രോത്ത്. മാർത്തോമാ നസ്രാണികൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന താമ്രശാസ്ത്രങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ചെപ്പേടുകൾ എന്ന പേരിലാണ്. ആർച്ച് ഡീക്കനെ വിളിച്ചിരുന്ന പേര് ജാതിക്കു കർത്തവ്യൻ. റംബാൻ പാട്ടിന്റെ രചയിതാവ് നിരണത്ത് മാളിയേക്കൽ തോമ. മൈലാപ്പൂരിനെ വിളിച്ചിരുന്ന മറ്റൊരു പേരാണ് തോമായുടെ ഭവനം. റംബാൻ പാട്ടിന്റെ രചയിതാവ് നിരണത്ത് മാളിയേക്കൽ തോമ. മൈലാപ്പൂരിനെ വിളിച്ചിരുന്ന മറ്റൊരു പേര് ബേത്ത് തോമായുടെ ഭവനം. സീറോ മലബാർ സഭയിലെ ആദ്യത്തെ അതിരൂപത എറണാകുളം. സിനഡ് എന്ന വാക്കിന്റെ അർത്ഥം ഒന്നിച്ചു നടക്കുക. സീറോ മലബാർ സഭയ്ക്ക് ഇന്ത്യക്ക് വെളിയിൽ ലഭിച്ച ആദ്യ രൂപതയാണ് ചിക്കാഗോ. 2001 മാർച്ച് 31. ഷിക്കാഗോ എന്നൊക്കെ പറയും. സീറോ മലബാർ സഭയ്ക്ക് ഇന്ത്യക്ക് വെളിയിൽ ലഭിച്ച ആദ്യത്തെ രൂപതയാണ് ഷിക്കാഗോ. 2001 മാർച്ച് 31 രൂപം കൊണ്ടത്. മിഷൻ പ്രവർത്തനത്തെ സംബന്ധിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പുറപ്പെടുവിച്ച ഡിഗ്രി പ്രേക്ഷിത പ്രവർത്തനം. മിഷൻ പ്രവർത്തനത്തെ സംബന്ധിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പുറപ്പെടുവിച്ച ഡിഗ്രി പ്രേക്ഷിത പ്രവർത്തനം. ഭാരതത്തിലെ ലിസു എന്നറിയപ്പെടുന്നത് ഭരണജ്ഞാനമാണ്. മതബോധകരുടെ സുവിശേഷം വിശുദ്ധ മത്തായിയാണ്. പൗരസ്ത്യ സുറിയാനി സഭയുടെ അപ്പസ്തോലന്മാർ, അതായത് കിഴക്കിന്റെ സ്ലീഹന്മാർ എന്നറിയപ്പെടുന്നത് ഒന്ന് ക്ലോസ് ചെയ്യോ?